ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസു സ്റ്റഡി കോർണർ. 4ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ ആനുവൽ എക്സാമിനേഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാലുടൻ കൂട്ടുകാരുടെ പേരും സ്കൂളിൻ്റെ പേരും ഡിവിഷനും മുകളിൽ എഴുതാൻ മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ഈ സമയത്ത് ചോദ്യങ്ങളെല്ലാം വായിച്ചു നോക്കിയിട്ട് ഉത്തരങ്ങളെല്ലാം മനസ്സിൽ കാണുക. 5 ആക്ടിവിറ്റീസ് ആണ് കൂട്ടുകാർക്ക് ചെയ്യാനുള്ളത്. 4ാമത്തേതിനും 5ാമത്തേതിനും ഓപ്ഷൻസ് ഉണ്ട്. എയോ ബിയോ അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. ആക്ടിവിറ്റി 1 ചിത്രപട്ടിക. 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇഷ്ടപ്പെട്ട വിനോദങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നത്. ഒരു ചിത്രം 6 എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു ഫുട്ബോളിനെ നമ്മൾ 6 എണ്ണമാക്കി കണക്കാക്കണം. അപ്പോൾ 2 ഫുട്ബോൾ എത്ര എണ്ണം ഉണ്ടാവും? 12 എണ്ണം ഉണ്ടാവും. അതേപോലെ 1ാമത്തെ ചോദ്യം എന്താണ് കൂട്ടുകാരോട് ചോദിച്ചിരിക്കുന്നത്? പട്ടികയിലെ വിട്ടുപോയിരിക്കുന്ന കളങ്ങൾ പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ കൂട്ടുകാർക്ക് അവിടെ നൽകിയിട്ടുണ്ട്. ഫുട്ബോൾ ഇഷ്ടമുള്ള കുട്ടികൾ എത്ര ആൾക്കാരാണ്? 24 ആണ് അല്ലേ? അതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? അവിടെ നൽകിയിരിക്കുന്ന ഫുട്ബോളുകളുടെ എണ്ണം നമ്മൾ കണക്കാക്കിയിട്ടാണ് 24 കിട്ടിയിരിക്കുന്നത് അല്ലേ? ഒരു ഫുട്ബോളിൻ്റെ എണ്ണം നമ്മൾ 6 ആയാണ് കണക്കാക്കിയിരുന്നത്. അവിടെ എത്ര ഫുട്ബോൾ ഉണ്ട്? 4 ഫുട്ബോൾസ് ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് 24 കിട്ടുന്നത്? 6 × 4 = 24 ആയിരിക്കുമല്ലോ. ഇതേപോലെ നമ്മൾക്ക് ബാക്കി കണ്ടെത്താമല്ലോ. എങ്ങനെ കണ്ടെത്താം? ക്രിക്കറ്റ് ബാറ്റ് എത്ര എണ്ണമാണ് അവിടെ ഉള്ളത്? 3 എണ്ണമാണ് അല്ലേ? ഒരു ക്രിക്കറ്റ് ബാറ്റ് നമ്മൾ 6 ആയാണ് കണക്കാക്കേണ്ടത് അല്ലേ? അങ്ങനെയുള്ള എത്ര ക്രിക്കറ്റ് ബാറ്റാണ് അവിടെയുള്ളത്? 3 ക്രിക്കറ്റ് ബാറ്റ്സ് ആണല്ലോ. എങ്ങനെ നമ്മൾക്ക് കുട്ടികളുടെ എണ്ണം കണ്ടെത്താം? 6 × 3 = 18 ആണ് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം. ഇനി അടുത്തത് എന്താണ്? ബാഡ്മിന്റൺ ആണ് അല്ലേ? എത്ര ബാറ്റുകളാണ് കൂട്ടുകാർ അവിടെ കാണുന്നത്? 2 ബാറ്റുകളാണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ കുട്ടികളുടെ എണ്ണം കണ്ടെത്തുക? ഒരു ബാറ്റിന്റെ എണ്ണം 6 ആണല്ലോ. അപ്പോൾ എത്രയായിരിക്കും ഉണ്ടാവുക? 2 × 6 = 12 ആണ് ബാഡ്മിന്റൺ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം. ഇനി അടുത്തത് ഏതാണ്? വോളിബോൾ ആണ് അല്ലേ? എത്ര ബോൾസ് ആണ് അവിടെ കൂട്ടുകാർ കാണുന്നത്? 5 ബോൾസ് ആണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ കുട്ടികളുടെ എണ്ണം കണ്ടെത്തുന്നത്? 5 × 6 = 30 ആണ് വോളിബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം. കിട്ടിയല്ലോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ക്രിക്കറ്റ് ഇഷ്ടമുള്ള കുട്ടികളെക്കാൾ എത്ര പേർ കൂടുതലാണ് വോളിബോൾ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ക്രിക്കറ്റ് ഇഷ്ടമുള്ള കുട്ടികളെക്കാൾ എത്ര കുട്ടികളാണ് വോളിബോൾ ഇഷ്ടപ്പെടുന്നത്? നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? വോളിബോൾ ഇഷ്ടമുള്ള കുട്ടികൾ എത്രയാണ്? 30 ആണ് അല്ലേ? ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ എത്രയാണുള്ളത്? 18 ആണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ അപ്പോൾ കണ്ടെത്തുക? വോളിബോൾ ഇഷ്ടപ്പെടുന്ന 30 കുട്ടികളിൽ നിന്ന് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന 18 കുട്ടികളെ കുറിച്ച് നോക്കിയാൽ മതിയല്ലോ. എത്രയാണ് ആൻസർ ലഭിക്കുന്നത്? 30 - 18 = 12 ആണ് ക്രിക്കറ്റ് ഇഷ്ടമുള്ള കുട്ടികളെക്കാൾ വോളിബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഉള്ളത്. ഇനി 3ാമത്തെ ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായതിന് നേരെ ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? ഫുട്ബോൾ, വോളിബോൾ എന്നിവ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഒരുപോലെയാണ്. കൂട്ടുകാർ പട്ടികയിൽ നോക്കൂ. ഫുട്ബോളും വോളിബോളും ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഒരുപോലെയാണോ? അല്ല അല്ലേ? പിന്നെയോ അടുത്ത സെന്റൻസ് എന്താണ് നൽകിയിരിക്കുന്നത്? ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളുടെ എണ്ണത്തേക്കാൾ കൂടുതലാണ്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഫുട്ബോളിനേക്കാൾ ക്രിക്കറ്റ് ആണ് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ? കൂട്ടുകാർ പട്ടികയിൽ നോക്കൂ. ഫുട്ബോളിനേക്കാൾ കൂടുതൽ അല്ലല്ലോ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ പട്ടികയിൽ കാണുന്നത്. അപ്പോൾ അതും ശരിയല്ല അല്ലേ? ഇനി 3ാമത്തേത് എന്താണ്? ഏറ്റവും കുറവ് എണ്ണം കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ക്രിക്കറ്റ് ആണ്. കൂട്ടുകാർ പട്ടികയിൽ നോക്കൂ. ഏറ്റവും കുറവ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന കളി ഏതാണ്? ബാഡ്മിന്റൺ ആണ് അല്ലേ? അതും തെറ്റാണ്. ഇനി 4ാമത്തേത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് വോളിബോൾ ആണ്. കൂട്ടുകാർ പട്ടികയിൽ നോക്കൂ. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് വോളിബോൾ ആണല്ലോ. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള സെന്റൻസ്. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. പാക്കറ്റുകളാക്കാം. പ്രവൃത്തി പരിചയമേളയിൽ കുട്ടികൾ ഉണ്ടാക്കിയ ചന്ദനത്തിരിയുടെ എണ്ണമാണ് താഴെ പട്ടികയായി നൽകിയിരിക്കുന്നത്. റീന ഉണ്ടാക്കിയിരിക്കുന്ന ചന്ദനത്തിരിയുടെ എണ്ണം എത്രയാണ്? 160 ആണ്. 160 ആണ്. ഇനി അമൽ ഉണ്ടാക്കിയിരിക്കുന്ന ചന്ദനത്തിരിയുടെ എണ്ണം എത്രയാണ്? 171 ആണ് അല്ലേ?
ഫാത്തിമ ഉണ്ടാക്കിയിരിക്കുന്ന ചന്ദനത്തിരിയുടെ എണ്ണം എത്രയാണ്? 138 ആണ് അല്ലേ? റീജ ഉണ്ടാക്കിയിരിക്കുന്ന ചന്ദനത്തിരിയുടെ എണ്ണം എത്രയാണ്? 131 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ്? ആകെ ഉണ്ടാക്കിയ ചന്ദനത്തിരിയുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എളുപ്പമാണല്ലോ. എങ്ങനെ കണ്ടെത്താം? അവർ എല്ലാവരും ഉണ്ടാക്കിയിരിക്കുന്ന ചന്ദനത്തിരികൾ എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ മതിയല്ലോ. എങ്ങനെ കണ്ടെത്താം? 160 പ്ലസ് 171 പ്ലസ് 138 പ്ലസ് 131 ഈസ് ഈക്വൽ ടു 600 ചന്ദനത്തിരികളാണ് അവർ എല്ലാവരും കൂടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? റീന നിർമ്മിച്ച ചന്ദനത്തിരി 20 എണ്ണം വീതമുള്ള പാക്കറ്റുകളാക്കി. ആകെ എത്ര പാക്കറ്റുകൾ ഉണ്ടാകും? എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? റീന എത്ര ചന്ദനത്തിരികളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? 160 ചന്ദനത്തിരികളാണ് അല്ലേ? അവയെല്ലാം പാക്കറ്റുകളാക്കണം. ഒരു പാക്കറ്റിൽ എത്ര എണ്ണം വീതമാണ് വേണ്ടത്? 20 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആകെ എത്ര പാക്കറ്റുകൾ ഉണ്ടാകുമെന്ന് എങ്ങനെ നമ്മൾക്ക് കണ്ടെത്താം? 160യെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. എത്രയാണ് നമ്മൾക്ക് ആൻസർ ലഭിക്കുന്നത്? 8 ആണ് അല്ലേ? ആകെ 8 പാക്കറ്റുകളാണ് ഉണ്ടാവുക. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു പാക്കറ്റ് ചന്ദനത്തിരിയുടെ വില 20 രൂപയാണ്. 30 പാക്കറ്റ് വിറ്റു. എത്ര രൂപയാണ് കിട്ടിയത്? ഒരു പാക്കറ്റിന് 20 റുപ്പീസ് ആണ്. അങ്ങനെയുള്ള 30 പാക്കറ്റ്സ് ഉണ്ട് അല്ലേ? എങ്ങനെ നമ്മൾക്ക് കണ്ടെത്താം? 20 × 30 ഈസ് ഈക്വൽ ടു എത്രയാണ് ആൻസർ ലഭിച്ചിരിക്കുന്നത്? 600 റുപ്പീസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? 20 എണ്ണം വീതമുള്ള 7 പാക്കറ്റുകളാക്കാൻ ഫാത്തിമയ്ക്ക് എത്ര ചന്ദനത്തിരി കൂടി വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ നമ്മൾക്ക് കണ്ടെത്താം? ആദ്യം നമ്മൾക്ക് 20 എണ്ണം വീതമുള്ള 7 പാക്കറ്റുകളാക്കാൻ എത്ര ചന്ദനത്തിരിയാണ് ആകെ വേണ്ടത് എന്ന് കണ്ടെത്തണം അല്ലേ? എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? 20 × 7 ചെയ്ത് നോക്കിയാൽ കിട്ടുമല്ലോ. എത്രയാണ് ആൻസർ ലഭിച്ചിരിക്കുന്നത്? 140 ചന്ദനത്തിരികളാണ് ആകെ വേണ്ടത്. ഇനി പട്ടികയിലേക്ക് നോക്കൂ. ഫാത്തിമ ഉണ്ടാക്കിയിരിക്കുന്നത് എത്ര ചന്ദനത്തിരികളാണ്? 138 ചന്ദനത്തിരികൾ മാത്രമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫാത്തിമയ്ക്ക് 7 പാക്കറ്റുകളാക്കാൻ ഇനി എത്ര ചന്ദനത്തിരികൾ കൂടി വേണമെന്ന് എങ്ങനെ കണ്ടെത്താം? ആകെ വേണ്ട 140 ചന്ദനത്തിരിയിൽ നിന്നും ഫാത്തിമ ഉണ്ടാക്കിയിരിക്കുന്ന 138 ചന്ദനത്തിരികൾ കുറച്ചു നോക്കിയാൽ മതിയല്ലോ. എത്രയാണ് നമ്മൾക്ക് ആൻസർ ലഭിക്കുന്നത്? 2 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 20 എണ്ണം വീതമുള്ള 7 പാക്കറ്റുകളാക്കാൻ ഫാത്തിമയ്ക്ക് എത്ര ചന്ദനത്തിരികൾ കൂടിയാണ് വേണ്ടത്? 2 ചന്ദനത്തിരികൾ കൂടിയാണല്ലോ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. 8 × 20 ഈസ് ഈക്വൽ ടു 160 ആണ്. അങ്ങനെയാണെങ്കിൽ 9 × 20ക്ക് തുല്യമായതിന് നേരെ ടിക്ക് മാർക്ക് ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൂട്ടുകാർക്ക് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. എന്തെല്ലാമാണ്? 160യോട് 1 കൂട്ടിയത്, 160യോട് 9 തവണ 20 കൂട്ടിയത്, 160യോട് 1 തവണ 20 കൂട്ടിയത്, 160യോട് 8 പ്രാവശ്യം 20 കൂട്ടിയത്. ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ക്വസ്റ്റ്യനിൽ നോക്കൂ. 8 × 20 ആണ് നൽകിയിരിക്കുന്നത്. പിന്നെയോ 9 × 20 ആണ് നൽകിയിരിക്കുന്നത്. അതായത് ഒരു പ്രാവശ്യം മാത്രമാണ് 20 കൂട്ടിയിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 160യോട് 1 തവണ 20 കൂട്ടിയതാണ് 9 × 20ക്ക് തുല്യമായത്. ഇത് കൂട്ടുകാർക്ക് മനസ്സിലായോ? ഉദാഹരണത്തിന് നമ്മൾക്ക് 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് എടുത്തു നോക്കാം. 1 × 2 ഈസ് ഈക്വൽ ടു 2 ആണല്ലോ. 2 × 2 ഈസ് ഈക്വൽ ടു 4 ആണ് അല്ലേ? ഇവിടെ 2വിനോട് എത്ര പ്രാവശ്യം 2 കൂട്ടിയപ്പോഴാണ് നമ്മൾക്ക് 4 കിട്ടിയത്? ഒരു പ്രാവശ്യം കൂട്ടിയപ്പോഴല്ലേ? അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത് പോലെ പറഞ്ഞാൽ 1 × 2 ഈസ് ഈക്വൽ ടു 2 ആണ്. 2 × 2ക്ക് തുല്യമായത് ഏതായിരിക്കും? 2വിനോട് ഒരു പ്രാവശ്യം 2 കൂട്ടിയത്. അതേപോലെ തന്നെയല്ലേ ഇവിടെയും നൽകിയിരിക്കുന്നത്. ഇവിടെ 8ഉം 9ഉം അടുത്തടുത്ത സംഖ്യകളല്ലേ? ഇനി 8 × 20 ഈസ് ഈക്വൽ ടു 160. ഇവിടെ 10 × 20ക്ക് തുല്യമായത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരിക? 160യോട് 2 തവണ കൂട്ടിയതായിരിക്കുമല്ലോ. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. വാർഷികാഘോഷം. ചോലവയൽ LP സ്കൂളിന്റെ വാർഷികാഘോഷത്തിന് ചെലവായ തുക താഴെ തന്നിരിക്കുന്നു. ഭക്ഷണത്തിന് ആകെ ചെലവായത് എത്ര രൂപയാണ്? 7480 രൂപയാണ്. 7480 റുപ്പീസ് ആണ്. ലൈറ്റ് ആൻഡ് സൗണ്ടിന് ചെലവായിരിക്കുന്ന തുക എത്രയാണ്? 8500 റുപ്പീസ് ആണ്. സമ്മാനത്തിന് ചെലവായിരിക്കുന്ന തുക എത്രയാണ്? 2000 റുപ്പീസ് ആണ്.
ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താണ്? വാർഷികാഘോഷത്തിന് ഏറ്റവും കൂടുതൽ തുക ചെലവായത് ഏത് ഇനത്തിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഇനത്തിലാണ്? കൂട്ടുകാർ ടേബിളിൽ നോക്കൂ. ഏതാണ് ഏറ്റവും വലിയ സംഖ്യ? 8500 റുപ്പീസ് ആണ് അല്ലേ? അത് ഏത് ഇനമാണ്? ലൈറ്റ് ആൻഡ് സൗണ്ട് ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഭക്ഷണത്തിന് ചെലവായതിനേക്കാൾ എത്ര രൂപ കൂടുതൽ ലൈറ്റ് ആൻഡ് സൗണ്ടിന് ചെലവായി? അതായത് ഭക്ഷണത്തിനേക്കാൾ എത്ര കൂടുതലാണ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് ചെലവായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടെത്താം? ലൈറ്റ് ആൻഡ് സൗണ്ടിന് ചെലവായിരിക്കുന്ന പൈസയിൽ നിന്നും ഭക്ഷണത്തിന് ചെലവായിരിക്കുന്ന പൈസ കുറച്ച് നോക്കിയാൽ മതിയല്ലോ. എങ്ങനെയാണ്? 8500 റുപ്പീസ് മൈനസ് 7480 റുപ്പീസ് കുറച്ച് നോക്കിയാൽ മതിയല്ലോ. എത്രയാണ് ആൻസർ ലഭിച്ചിരിക്കുന്നത്? 1020 റുപ്പീസ് ആണ് കൂടുതലായി ലൈറ്റ് ആൻഡ് സൗണ്ടിന് ചെലവായിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാർഷികത്തിന് ആകെ എത്ര രൂപ ചെലവായി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ നമ്മൾക്ക് കണ്ടെത്താം? ഇവിടെ നൽകിയിരിക്കുന്ന ഇനങ്ങളുടെ പൈസ എല്ലാം കൂടി കൂട്ടി നോക്കിയാൽ മതിയല്ലോ. എങ്ങനെയാണ്? ഭക്ഷണത്തിന് ചിലവായിരിക്കുന്ന 7480 പ്ലസ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് ചിലവായിരിക്കുന്ന 8500 റുപ്പീസ് പ്ലസ് സമ്മാനത്തിന് ചിലവായിരിക്കുന്ന 2000 റുപ്പീസും കൂടി കൂട്ടി നോക്കിയാൽ മതിയല്ലോ. എത്രയാണ്? 17980 റുപ്പീസ് ആണ് വാർഷികത്തിന് ആകെ ചിലവായിരിക്കുന്നത്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. സമ്മാനത്തിന് ചിലവായ തുക 4 പൂർവ്വ വിദ്യാർത്ഥികൾ തുല്യമായി തന്നു. ഒരാൾ എത്ര രൂപയാണ് തന്നിരിക്കുന്നത്? എളുപ്പമാണല്ലോ. എങ്ങനെ കണ്ടെത്താം? സമ്മാനത്തിന് ആകെ ചെലവായിരിക്കുന്ന തുക എത്രയാണ്? 2000 റുപ്പീസ് ആണ് അല്ലേ? അത് 4 പൂർവ്വ വിദ്യാർത്ഥികൾ തുല്യമായിട്ടാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? 2000നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. എത്രയാണ് ആൻസർ ലഭിക്കുന്നത്? 500 റുപ്പീസ് ആണ് ഓരോരുത്തരും നൽകിയിരിക്കുന്നത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? നോട്ടുകളുടെ എണ്ണവും അവയുടെ തുകയും ചുവടെ നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് നൽകിയിരിക്കുന്നത്? 2000 റുപ്പീസ് 500ന്റെ 8 നോട്ടുകൾ, 3000 റുപ്പീസ് 100ന്റെ 10 നോട്ടുകൾ, 4000 റുപ്പീസ് 100ന്റെ 20 നോട്ടുകൾ, 1000 റുപ്പീസ് 500ന്റെ 6 നോട്ടുകൾ. ഇത് ശരിയായി മാച്ച് ചെയ്യാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. 2000 റുപ്പീസിനെ ഏതെല്ലാം നോട്ടുകളാക്കി മാറ്റാം? 100ന്റെ 20 നോട്ടുകളാക്കി മാറ്റാം അല്ലേ? ഇനി 3000 റുപ്പീസിനെ ഏതൊക്കെ നോട്ടുകളാക്കി മാറ്റാം? 500ന്റെ 6 നോട്ടുകളാക്കി മാറ്റാമല്ലോ. ഇനി 4000 റുപ്പീസിനെ ഏതൊക്കെ നോട്ടുകളാക്കി മാറ്റാം? 500ന്റെ 8 നോട്ടുകളാക്കി മാറ്റാം അല്ലേ? ഇനി 1000 റുപ്പീസിനെ ഏതൊക്കെ നോട്ടുകളാക്കി മാറ്റാം? 100ന്റെ 10 നോട്ടുകളാക്കി മാറ്റാം. ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷനുകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 4ാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അതിന് നേരെയാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്. ഇനി 4A 4B എന്നീ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് കൂട്ടുകാർ ഉത്തരം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 4A നോക്കാം. ഉൽപ്പന്ന ശേഖരണം. ഉപജില്ലാ കലോത്സവത്തിനോടനുബന്ധിച്ച് നടത്തിയ ഉൽപ്പന്ന ശേഖരണത്തിൽ കിട്ടിയ സാധനങ്ങളുടെ വിവരമാണ് താഴെ നൽകിയിരിക്കുന്നത്. അരി എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 3 ക്വിൻ്റൽ 25 കിലോഗ്രാം ആണ് അല്ലേ? തേങ്ങ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 1 ക്വിൻ്റൽ 70 കിലോഗ്രാം ആണ്. ചേന എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 1 ക്വിൻ്റൽ 10 കിലോഗ്രാം ആണ്. നേന്ത്രക്കായ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 1 ക്വിൻ്റൽ 8 കിലോഗ്രാം ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താണ്? നേന്ത്രക്കായയുടെ തൂക്കം കിലോഗ്രാമിൽ എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. നേന്ത്രക്കായ എത്രയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്? 1 ക്വിൻ്റൽ 8 കിലോഗ്രാം ആണ് അല്ലേ? നമ്മൾക്കറിയാം 1 ക്വിൻ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 100 കിലോഗ്രാം ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നേന്ത്രക്കായയുടെ തൂക്കം കിലോഗ്രാമിൽ എങ്ങനെ എഴുതാം? 100 + 8 = 108 കിലോഗ്രാം ആണ് നേന്ത്രക്കായയുടെ തൂക്കം കിലോഗ്രാമിൽ ആയി എഴുതേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? കലോത്സവത്തിൻ്റെ 1ാം ദിവസം 1 ക്വിൻ്റൽ 50 കിലോഗ്രാം അരി ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള അരിയുടെ തൂക്കം എഴുതാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ആകെയുള്ള അരി എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 3 ക്വിൻ്റലും 25 കിലോഗ്രാമുമായിരുന്നു അല്ലേ? അതിനെ കിലോഗ്രാമിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാണ് ലഭിക്കുക? 325 കിലോഗ്രാം ആണല്ലോ. ഇവിടെ 1ാമത്തെ ദിവസം എത്ര അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? 1 ക്വിൻ്റൽ 50 കിലോഗ്രാം ആണ് അല്ലേ? അതിനെ നമ്മൾക്ക് കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് ലഭിക്കുക? 150 കിലോഗ്രാം ആണല്ലോ. ഇനി നമ്മൾക്ക് കണ്ടെത്താമല്ലോ. ആകെ ഉണ്ടായിരുന്ന 325 കിലോഗ്രാം അരിയിൽ നിന്നും
150 കിലോഗ്രാം അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? എങ്ങനെ കണ്ടെത്താം? 325 കിലോഗ്രാം മൈനസ് 150 കിലോഗ്രാം എത്രയാണ് ആൻസർ ലഭിച്ചിരിക്കുന്നത്? 175 കിലോഗ്രാം ആണ് അല്ലേ? അതിനെ നമ്മൾക്ക് ക്വിൻ്റലിലും കിലോഗ്രാമിലേക്കും ആക്കുമ്പോൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? 1 ക്വിൻ്റലും 75 കിലോഗ്രാമുമാണ് ആകെ ബാക്കിയുള്ള അരിയുടെ തൂക്കം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ചേനയുടെ തൂക്കത്തേക്കാളും എത്ര കൂടുതലാണ് തേങ്ങയുടെ തൂക്കം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചേനയുടെ തൂക്കം എത്രയായിരുന്നു? 1 ക്വിൻ്റലും 10 കിലോഗ്രാമുമായിരുന്നു അല്ലേ? എങ്ങനെയാണ് അത് കിലോഗ്രാമിലേക്ക് മാറ്റുന്നത്? 110 കിലോഗ്രാം ആണ്. ഇനി തേങ്ങയുടെ തൂക്കം എത്രയായിരുന്നു? 1 ക്വിൻ്റലും 70 കിലോഗ്രാമുമായിരുന്നല്ലോ. അതിനെ എങ്ങനെ നമ്മൾക്ക് കിലോഗ്രാമിലേക്ക് മാറ്റാം? 170 കിലോഗ്രാം അല്ലേ? ഇനി തേങ്ങയ്ക്ക് ചേനയേക്കാളും എത്ര കൂടുതലാണ് തൂക്കമുള്ളത് എന്നറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? തേങ്ങയുടെ തൂക്കമായ 170 കിലോഗ്രാമിൽ നിന്നും ചേനയുടെ തൂക്കമായ 110 കുറച്ച് നോക്കിയാൽ മതിയല്ലോ. എത്രയാണ് നമ്മൾക്ക് ആൻസർ ലഭിക്കുന്നത്? 60 കിലോഗ്രാം അല്ലേ? ചേനയുടെ തൂക്കത്തേക്കാളും 60 കിലോഗ്രാം ആണ് തേങ്ങയുടെ തൂക്കം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തവയിൽ ശരിയായതിന് ടിക്ക് മാർക്ക് ഇടാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് ആണ് നൽകിയിരിക്കുന്നത്. എന്തെല്ലാമാണ്? 1 ടൺ ഈസ് ഈക്വൽ ടു 100 കിലോഗ്രാം ആണ്. 1 ടൺ ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാം ആണ്. 1 ടൺ ഈസ് ഈക്വൽ ടു 100 ക്വിൻ്റൽ ആണ്. 1 ടൺ ഈസ് ഈക്വൽ ടു 10,000 കിലോഗ്രാം ആണ്. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ബി ആണ് അല്ലേ? 1 ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. ഇനി ആക്ടിവിറ്റി 4-ലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. പാൽ കണക്ക്. സൊസൈറ്റിയിൽ 5 ദിവസം ശേഖരിച്ച പാലിൻ്റെ അളവാണ് താഴെ പട്ടികയായി നൽകിയിരിക്കുന്നത്. ഞായറാഴ്ച എത്രയാണ് ശേഖരിച്ചിരിക്കുന്നത്? 285 ലിറ്റർ 300 മില്ലി ലിറ്റർ. മൺഡേ എത്രയാണ് ശേഖരിച്ചിരിക്കുന്നത്? 301 ലിറ്റർ 100 മില്ലി ലിറ്റർ. ട്യൂസ്ഡേ എത്രയാണ് ശേഖരിച്ചിരിക്കുന്നത്? 274 ലിറ്റർ 750 മില്ലി ലിറ്റർ. വെനസ്ഡേ എത്രയാണ് ശേഖരിച്ചിരിക്കുന്നത്? 300 ലിറ്റർ 800 മില്ലി ലിറ്റർ. തേഴ്സ്ഡേ എത്രയാണ് ശേഖരിച്ചിരിക്കുന്നത്? 294 ലിറ്റർ 500 മില്ലി ലിറ്റർ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഏറ്റവും കൂടുതൽ പാൽ ശേഖരിച്ചത് ഏതു ദിവസമാണ്? മുകളിലത്തെ ടേബിൾ നോക്കൂ. ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് നോക്കിയാൽ മതി അല്ലേ? ഏതാണ് ഏറ്റവും വലിയ സംഖ്യയുള്ളത്? 301 ലിറ്റർ അല്ലേ? 301 ലിറ്ററും 100 മില്ലി ലിറ്ററും ലഭിച്ചിരിക്കുന്ന ദിവസം ഏതാണ്? മൺഡേ ആണ്. അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വ്യാഴാഴ്ചത്തേക്കാൾ എത്ര കൂടുതൽ പാലാണ് ബുധനാഴ്ച ശേഖരിച്ചത്? എങ്ങനെ കണ്ടെത്താം? ബുധനാഴ്ച ശേഖരിച്ച ആകെ പാലിൽ നിന്നും വ്യാഴാഴ്ച ശേഖരിച്ചിരിക്കുന്ന ആകെ പാൽ കുറച്ച് നോക്കിയാൽ മതിയല്ലോ. എങ്ങനെയാണ്? ബുധനാഴ്ച ശേഖരിച്ചിരിക്കുന്ന പാൽ എത്രയാണ്? 300 ലിറ്റർ 800 മില്ലി ലിറ്റർ ആണ്. പിന്നെയോ വ്യാഴാഴ്ച ശേഖരിച്ചിരിക്കുന്ന പാൽ എത്രയാണ്? 294 ലിറ്റർ 500 മില്ലി ലിറ്റർ ആണല്ലോ. മൈനസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലിറ്ററുകൾ തമ്മിൽ ആദ്യം മൈനസ് ചെയ്യുക. അതായത് 300 മൈനസ് 294 മൈനസ് ചെയ്താൽ എത്രയാണ് ലഭിക്കുന്നത്? 6 ആണ് അല്ലേ? ഇനി മില്ലി ലിറ്ററുകൾ തമ്മിൽ മൈനസ് ചെയ്യുക. എങ്ങനെയാണ്? 800 മൈനസ് 500 എത്രയാണ് ആൻസർ ലഭിക്കുന്നത്? 300 ആണ് അല്ലേ? അപ്പോൾ എത്രയാണ് നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ആൻസർ? 6 ലിറ്ററും 300 മില്ലി ലിറ്ററും. അപ്പോൾ വ്യാഴാഴ്ചത്തേക്കാൾ 6 ലിറ്റർ 300 മില്ലി ലിറ്റർ പാലാണ് കൂടുതൽ ബുധനാഴ്ച ശേഖരിച്ചിരിക്കുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഞായറാഴ്ച ശേഖരിച്ചതിൽ നിന്നും 64 ലിറ്റർ പാൽ വിറ്റു. ബാക്കി പാലിന്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഞായറാഴ്ച ശേഖരിച്ചിരിക്കുന്ന പാലിന്റെ അളവ് എത്രയാണ്? പട്ടികയിലേക്ക് നോക്കൂ. 285 ലിറ്റർ 300 മില്ലി ലിറ്റർ ആണ് അല്ലേ? അതിൽ നിന്നും നമ്മൾക്ക് എത്രയാണ് മൈനസ് ചെയ്യേണ്ടത്? 64 ലിറ്റർ ആണ്. ലിറ്ററുകൾ തമ്മിൽ മൈനസ് ചെയ്താൽ മതിയല്ലോ. 285-ൽ നിന്നും 64 കുറച്ച് നോക്കിയാൽ എത്രയാണ് ആൻസർ ലഭിക്കുന്നത്? 221 ലിറ്റർ ആണ് അല്ലേ? ബാക്കിയുള്ള 300 മില്ലി ലിറ്ററും കൂടി അതിലേക്ക് കൂട്ടി എഴുതിയാൽ മതി. എത്രയാണ് ആൻസർ ലഭിക്കുന്നത്? 221 ലിറ്റർ 300 മില്ലി ലിറ്റർ ആണ്.
ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വെള്ളിയാഴ്ച ശേഖരിച്ച പാൽ 40 ലിറ്ററിന്റെ 8 പാത്രത്തിൽ നിറയെ ഉണ്ടായിരുന്നു. ആകെ പാലിന്റെ അളവെത്ര? എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഒരു പാത്രത്തിന്റെ അളവെത്രയാണ്? 40 ലിറ്റർ ആണ് അല്ലേ? അങ്ങനെയുള്ള എത്ര പാത്രങ്ങളുണ്ട്? 8 പാത്രങ്ങളുണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? 40 × 8 ചെയ്താൽ മതിയല്ലോ. എത്രയാണ് ആൻസർ ലഭിക്കുന്നത്? 320 ലിറ്റർ ആണ്. ഇനി നമ്മൾക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായതിന് നേരെ ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ് നൽകിയിരിക്കുന്നത്? 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 10 മില്ലി ലിറ്റർ. നെക്സ്റ്റ് 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 100 മില്ലി ലിറ്റർ. 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 10,000 മില്ലി ലിറ്റർ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ഇനി ഫിഫ്ത്ത് ആക്ടിവിറ്റീസ് നോക്കാം. അതിൽ എയും ബിയും ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. കൂട്ടുകാർക്ക് അറിയുന്ന ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ആക്ടിവിറ്റി 5ലെ എ ക്വസ്റ്റ്യൻ നോക്കാം. ദൂരം. ഋതികയുടെ വീട്ടിൽ നിന്നും വിവിധ പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള ദൂരമാണ് താഴെ ടേബിളിൽ നൽകിയിരിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള ദൂരം മീറ്ററിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 2400 മീറ്റർ ആണ് അല്ലേ? ആ ദൂരം കിലോമീറ്ററിലും മീറ്ററിലും എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? 2 കിലോമീറ്റർ 400 മീറ്റർ ആണ്. ഇനി സ്കൂളിലേക്കുള്ള ദൂരം കിലോമീറ്ററിലും മീറ്ററിലുമാക്കി നൽകിയിട്ടുണ്ട്. അത് മീറ്ററിൽ മാത്രമാക്കി കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കിലോമീറ്ററിലും മീറ്ററിലും എത്രയാണ് നൽകിയിരിക്കുന്നത്? 2 കിലോമീറ്റർ 200 മീറ്റർ ആണ് അല്ലേ? ഇനി പോലീസ് സ്റ്റേഷനിലേക്കുള്ള ദൂരം എത്രയാണ് മീറ്ററിൽ നൽകിയിരിക്കുന്നത്? 7300 മീറ്റർ ആണ്. അത് കിലോമീറ്ററിലും മീറ്ററിലും നൽകിയിട്ടില്ല. പിന്നെയോ ആശുപത്രിയിലേക്കുള്ള ദൂരം എത്രയാണ് നൽകിയിരിക്കുന്നത്? കിലോമീറ്ററിലും മീറ്ററിലും നൽകിയിരിക്കുന്നത് എത്രയാണ്? 5 കിലോമീറ്റർ 500 മീറ്റർ ആണ്. അത് മീറ്ററിൽ നൽകിയിട്ടില്ല. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താണ്? മുകളിൽ കൊടുത്തിരിക്കുന്ന പട്ടികയിലെ വിട്ട ഭാഗം പൂർത്തിയാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമ്മൾക്ക് പൂർത്തിയാക്കാം? 2 കിലോമീറ്റർ 200 മീറ്ററിനെ എങ്ങനെ മീറ്ററിലേക്കാക്കി മാറ്റാം? 2200 മീറ്റർ ആക്കി മാറ്റാം. പിന്നെയോ 7300 മീറ്ററിനെ എങ്ങനെ കിലോമീറ്ററിലും മീറ്ററിലും ആക്കി എഴുതാം? 7 കിലോമീറ്റർ 300 മീറ്റർ എന്നാക്കി എഴുതാം. പിന്നെയോ 5 കിലോമീറ്റർ 500 മീറ്ററിനെ എങ്ങനെ മീറ്ററിലേക്കാക്കി എഴുതാം? 5500 മീറ്റർ എന്ന് എഴുതാം. അങ്ങനെ നമ്മൾക്ക് ഈ ടേബിൾ പൂർത്തിയാക്കാം അല്ലേ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഋതിക സ്കൂളിൽ പോയി തിരിച്ചു വന്നപ്പോൾ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? എങ്ങനെയാണ് കണ്ടെത്തുന്നത്? നമ്മൾക്കറിയാം ഋതികയുടെ വീട്ടിൽ നിന്നും പൊതുസ്ഥാപനങ്ങളിലേക്കുള്ള ദൂരമാണ് നൽകിയിരിക്കുന്നത് അല്ലേ? ഋതികയുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരമാണല്ലോ 2200 മീറ്റർ. അവൾ സ്കൂളിലേക്ക് പോകുകയും ചെയ്തിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 2200 മീറ്റർ അങ്ങോട്ടും 2200 മീറ്റർ ഇങ്ങോട്ടും സഞ്ചരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവൾ സഞ്ചരിച്ചിരിക്കുന്ന ആകെ ദൂരം എങ്ങനെ നമ്മൾക്ക് കണ്ടെത്താം? 2200 മീറ്റർ പ്ലസ് 2200 മീറ്റർ ഈസ് ഈക്വൽ ടു എത്രയാണ് ആൻസർ ലഭിക്കുന്നത്? 4400 മീറ്റർ ആണ്. അതിനെ നമ്മൾക്ക് കിലോമീറ്ററിലും മീറ്ററിലും ആക്കി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 4 കിലോമീറ്റർ 400 മീറ്റർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. ഋതികയുടെ വീടിന്റെ ഏറ്റവും അടുത്തുള്ള പൊതുസ്ഥാപനം പഞ്ചായത്ത് ഓഫീസാണ്. അത് ശരിയാണോ എന്ന് എങ്ങനെ നമ്മൾക്ക് കണ്ടെത്താം? ഏറ്റവും അടുത്തുള്ള പൊതുസ്ഥാപനം എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവ് ദൂരമായിരിക്കും അല്ലേ? ടേബിളിൽ ഏറ്റവും കുറവ് ദൂരമുള്ളത് ഏത് പൊതുസ്ഥാപനത്തിനാണ്? 2200 മീറ്റർ ആണ് അല്ലേ? അത് സ്കൂളാണ്. അപ്പോൾ ആദ്യത്തെ സെന്റൻസ് തെറ്റാണ്. ഇനി രണ്ടാമത്തേത് എന്താണ്? ഋതികയുടെ വീട്ടിൽ നിന്നും ഏറ്റവും അകലെയുള്ള പൊതുസ്ഥാപനം ആശുപത്രിയാണ്. ഏറ്റവും അകലെ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ദൂരമുള്ളതായിരിക്കുമല്ലോ. ടേബിളിൽ ഏറ്റവും കൂടുതൽ ദൂരമുള്ളത് ഏത് പൊതുസ്ഥാപനത്തിനാണ്? 7300 മീറ്റർ. അത് ഏത് പൊതുസ്ഥാപനമാണ്? പോലീസ് സ്റ്റേഷനാണ് അല്ലേ? അപ്പോൾ ആ സെന്റൻസും തെറ്റാണ്. ഇനി മൂന്നാമത്തേത് എന്താണ്? ഋതികയുടെ വീട്ടിൽ നിന്നും പഞ്ചായത്ത് ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒരേ ദൂരമാണ്. ടേബിളിൽ നോക്കൂ, ഒരേ ദൂരമാണോ പഞ്ചായത്ത് ഓഫീസിലേക്കും സ്കൂളിലേക്കും ഉള്ളത്? അല്ല അല്ലേ? ഇനി അടുത്തത് എന്താണ്? ഋതികയുടെ വീടിന്റെ ഏറ്റവും അടുത്തുള്ള പൊതുസ്ഥാപനം സ്കൂളാണ്. ഏറ്റവും അടുത്തുള്ള പൊതുസ്ഥാപനം എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവ് ദൂരമുള്ള പൊതുസ്ഥാപനം അല്ലേ? ഋതികയുടെ വീട്ടിൽ നിന്നും ഏറ്റവും കുറവ് ദൂരമുള്ളത് സ്കൂളിലേക്കായിരുന്നല്ലോ. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള ആൻസർ.
ഇനി ആക്ടിവിറ്റി 5-ലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. കൈവരി നിർമ്മാണം. കാറ്റാടി കവല മുതൽ ചട്ടിവയൽ വരെ പുതിയതായി നിർമ്മിച്ച റോഡിന് കൈവരി പണിയുകയാണ്. ഒന്നാമത്തെ ദിവസം എത്രയാണ് കൈവരി ഉണ്ടാക്കിയിരിക്കുന്നത്? 2 കിലോമീറ്റർ 300 മീറ്റർ കൈവരി ഉണ്ടാക്കി. രണ്ടാമത്തെ ദിവസമോ 2 കിലോമീറ്റർ 200 മീറ്റർ കൈവരി ഉണ്ടാക്കി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഒന്നാമത്തെ ദിവസം നിർമ്മിച്ച കൈവരിയുടെ നീളം എത്ര മീറ്റർ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ദിവസം കൈവരി ഉണ്ടാക്കിയത് ഇവിടെ നൽകിയിരിക്കുന്നത് 2 കിലോമീറ്റർ 300 മീറ്റർ എന്നാണ് അല്ലേ? അതിനെ നമ്മൾ മീറ്ററിലേക്കാക്കി മാറ്റുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? നമ്മൾക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് 2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 2000 മീറ്റർ ആണ്. 2000 മീറ്റർ പ്ലസ് 300 മീറ്റർ എത്രയാണ്? 2300 മീറ്റർ ആണ് ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ആദ്യ 2 ദിവസങ്ങളിൽ നിർമ്മിച്ച കൈവരിയുടെ ആകെ നീളം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടെത്താം? 2 ദിവസങ്ങളിലും നിർമ്മിച്ച കൈവരിയുടെ നീളങ്ങൾ തമ്മിൽ കൂട്ടി നോക്കിയാൽ മതിയല്ലോ. ഫസ്റ്റ് ഡേയിലേത് മീറ്ററിലേക്കാക്കി മാറ്റുമ്പോൾ എത്രയാണ് ലഭിക്കുന്നത്? 2300 മീറ്റർ ആണ് അല്ലേ? അത് സെക്കൻഡ് ഡേയിലേത് നമ്മൾ മീറ്ററിലേക്ക് ആക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് കിട്ടുന്നത്? 2200 മീറ്റർ ആണ് അല്ലേ? അവ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് നമ്മൾക്ക് ആൻസർ ലഭിക്കുന്നത്? 4500 മീറ്റർ ആണ് അല്ലേ? അതിനെ നമ്മൾക്ക് കിലോമീറ്ററിലും മീറ്ററിലുമാക്കി എങ്ങനെ എഴുതാം? 4 കിലോമീറ്റർ 500 മീറ്റർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. 7 കിലോമീറ്റർ കൈവരി നിർമ്മിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇനി നിർമ്മിക്കാനുള്ള കൈവരിയുടെ നീളം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? ആകെ നിർമ്മിച്ചിരിക്കുന്ന കൈവരിയുടെ നീളം എത്രയായിരുന്നു നമ്മൾക്ക് മുകളിൽ കിട്ടിയിരുന്നത്? 4 കിലോമീറ്റർ 500 മീറ്റർ ആയിരുന്നു അല്ലേ? പക്ഷേ നമ്മൾക്ക് 7 കിലോമീറ്റർ കൈവരിയാണ് നിർമ്മിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര കിലോമീറ്റർ കൂടി നിർമ്മിക്കണമെന്ന് എങ്ങനെ നമ്മൾക്ക് കണ്ടെത്താം? ആകെ നിർമ്മിക്കേണ്ട 7 കിലോമീറ്ററിൽ നിന്നും ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന 4 കിലോമീറ്റർ 500 മീറ്റർ കുറച്ച് നോക്കിയാൽ മതിയല്ലോ. എങ്ങനെയാണ്? നമ്മൾക്കറിയാം 7 കിലോമീറ്റർ എന്നത് 7000 മീറ്റർ ആണല്ലോ. അതേപോലെ 4 കിലോമീറ്റർ 500 മീറ്ററിനെ മീറ്ററിലേക്കാക്കുമ്പോൾ എങ്ങനെ ലഭിക്കും? 4500 മീറ്റർ ആണ് അല്ലേ? 7000-ൽ നിന്നും 4500 മീറ്റർ കുറച്ച് നോക്കിയാൽ എത്രയാണ് ആൻസർ ലഭിക്കുന്നത്? 2500 മീറ്റർ ആണ് അല്ലേ? അതിനെ നമ്മൾക്ക് കിലോമീറ്ററിലും മീറ്ററിലും ആക്കി എഴുതുമ്പോൾ എങ്ങനെ ലഭിക്കും? 2 കിലോമീറ്റർ 500 മീറ്റർ. ഇനി ബാക്കി എത്രയാണ് നിർമ്മിക്കാനുള്ളത്? 2 കിലോമീറ്ററും 500 മീറ്ററുമാണ്. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? 7 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റി എഴുതുക. സിമ്പിൾ ആണല്ലോ. നമ്മൾക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 7 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആയിരിക്കും? 1000 × 7 എത്രയാണ്? 7000 ആണ് അല്ലേ? അതായത് 7 കിലോമീറ്റർ എന്ന് പറയുന്നത് 7000 മീറ്റർ ആണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായതിന് ടിക്ക് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ, 1 മീറ്റർ ഈസ് ഈക്വൽ ടു 1000 സെന്റിമീറ്റർ, 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ, 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 10,000 മീറ്റർ. ഇതിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത്? 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ എന്നത് ശരിയാണ്. 1 കിലോമീറ്റർ ഈസ് ഈക്വൽ ടു 1000 മീറ്റർ എന്നതും ശരിയാണ്. അതായത് 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഏത് ഓപ്ഷനാണ് ശരിയായത്? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അതിലാണ് നമ്മൾ ടിക്ക് മാർക്ക് ഇടേണ്ടത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. സ്റ്റാൻഡേർഡ് 4 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന ഒരു പ്ലേലിസ്റ്റ് ഈ ചാനലിൽ നൽകിയിട്ടുണ്ട്. അതിൽ കൂട്ടുകാർക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ലഭ്യമാണ്. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.